നമസ്തേ, ഞാൻ ലേഖ നായക് വാരണാസിയിലാണുള്ളത്. ഒരു കുറച്ച് സമയം റെസ്റ്റ് എടുക്കുന്നതിന് വേണ്ടി റൂമിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പം എനിക്ക് തോന്നി ഒരു വീഡിയോ പോസ്റ്റ് ഇട്ടാലോ എന്ന്. അതുകൊണ്ട് ഞാൻ ഇത് വീഡിയോ ഇപ്പോൾ ഫേസ്ബുക്കിൽ ഇടുകയാണ്. എന്താണെന്ന് വെച്ചാൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആധ്യാത്മിക ഭക്തജന മേള, പൈതൃക മേളയാണ് പ്രയാഗ്രാജിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നാനാജാതി മതസ്ഥർ ഈ കുംഭമേളയിൽ പങ്കെടുക്കുന്നുണ്ട്. ലോകത്തിന്റെ എല്ലാ ഈ നൂക്കൻ കോർണറിൽ നിന്ന് വിവിധ സമുദായ നേതാക്കൾ, അതേപോലെ തന്നെ രാഷ്ട്രത്തലവന്മാര് എല്ലാവരും, അതേപോലെ രാജ്യത്തിന്റെ പല കോണുകളിൽ നിന്നുള്ള മഠാധിപതിമാര്, അതേപോലെ ഭക്തജന ലക്ഷങ്ങൾ ഒഴുകി എത്തുകയാണ് ഈ ഒരു മേളയ്ക്ക്. പവിത്രമായ പുണ്യസ്നാനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തീർത്ഥങ്ങളുടെ രാജാവായ, അതുകൊണ്ടാണ് അതിനെ പ്രയാഗ്രാജ് എന്ന് പറയുന്നത്, തീർത്ഥങ്ങളുടെ രാജാവായ പ്രയാഗ്രാജിൽ ഭക്തജനങ്ങൾ ഒഴുകിയെത്തുകയാണ്. ഈ ഒരു സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ എല്ലാ മീഡിയാസ്, ഈ ലോകത്തിലെ തന്നെ രാജ്യത്തിലെ എല്ലാ മീഡിയാസും ഈ കുംഭമേള കവർ ചെയ്യുന്നുണ്ട്. പക്ഷെ കേരളത്തിലെ ഒരു മീഡിയാസും ഇതിനു വേണ്ട ഒരു പ്രസക്തിയോ ഒരു പ്രാധാന്യമോ ഒന്നും തന്നെ കൊടുക്കുന്നില്ല. ഇങ്ങനൊരു സംഭവം രാജ്യത്ത് നടക്കുന്നുണ്ടെന്നോ അല്ലെങ്കിൽ അതിന്റെ പ്രത്യേകത എന്താണെന്നോ എന്ത് മനോഹരമായിട്ടാണ് ഇത് നടത്തിക്കൊണ്ടുപോകുന്നതെന്നോ എന്നുള്ള ഒരു വിവരമില്ല. ആകെ അവർ തന്നത് എന്തായിരുന്നു, അവർ കൊടുത്ത വാർത്ത എന്തായിരുന്നു? ദുരന്തം. കുറച്ച് ആളുകൾ തിക്കിലും തിരക്കിലും പെട്ട് കഴിഞ്ഞ ദിവസം കുറച്ച് ആളുകൾ മൗനി അമാവാസിയുടെ നാളിൽ കുറച്ച് ആളുകൾ മരിച്ച കാര്യം മാത്രം റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള താല്പര്യമായിരുന്നു കേരളത്തിലെ മീഡിയാസിനുണ്ടായത്. എത്രയോ ദുരന്തങ്ങൾ, ഇതിലും വലിയ ദുരന്തങ്ങൾ ശബരിമലയിലായിക്കോട്ടെ പല സ്ഥലത്തുണ്ടായിട്ടുണ്ടല്ലോ. പക്ഷെ കുംഭമേളയിൽ കരുതിക്കൂട്ടി മനഃപൂർവ്വം ഉണ്ടാക്കിയ ഒരു ദുരന്തമായിരുന്നു എന്നുള്ളത് അത് തെളിഞ്ഞു. എന്നിട്ടും കൂടി അതിന്റെ പുറകെ പോവാതെ അവിടുത്തെ കുംഭമേളയുടെ പ്രാധാന്യത്തെക്കുറിച്ചും അവിടെ എത്ര ഗംഭീരമായിട്ടാണ് അത് നടത്തുന്നതിനെ കുറിച്ചും വാർത്ത കൊടുക്കാതെ ഈ ഒരു കാര്യം മാത്രം ചെയ്ത മീഡിയാസിന് ആദ്യം തന്നെ എന്റെ ഒരു സല്യൂട്ട് കൊടുക്കട്ടെ. എന്താണ് എന്റെ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കാത്തത്? എല്ലാവരും നമ്മൾ മാറണം, എന്നാലേ മീഡിയാസ് മാറുള്ളൂ. നമ്മൾ മാറ്റണം അവരെ. നമ്മളവരെ മാറ്റണമെങ്കിൽ ആദ്യം നമ്മൾ മാറണം, അല്ലെ? ശരിയല്ലേ? നമ്മുടെ വേ ഓഫ് തിങ്കിങ്, നമ്മുടെ ആറ്റിറ്റ്യൂഡ്, ചിന്തിക്കേണ്ട രീതി, പ്രവൃത്തികൾ എല്ലാം തന്നെ മാറണം. ഈ ഹിന്ദുക്കളുടെ, ലോകത്തിലുള്ള സകല ഹിന്ദുക്കളുടെയും ഒരു, ഹിന്ദുക്കൾ മാത്രമല്ല പല ജാതി മതസ്ഥരും വരുന്നുണ്ട്. പ്രത്യേകമായിട്ട് ഞാൻ ഹിന്ദുക്കൾ എന്ന് പറഞ്ഞതേ ഉള്ളൂ. കാര്യം ഈ ബ്രിട്ടീഷുകാരായിക്കോട്ടെ അമേരിക്കക്കാരായിക്കോട്ടെ അങ്ങനെ പല രാജ്യങ്ങളിൽ നിന്നുള്ള വിദേശ പൗരന്മാരാണ് ഈ ഒരു ഭക്തജന മേളയ്ക്ക്, ഭക്തജന സംഗമത്തിന് സാക്ഷികളാവാൻ വേണ്ടി വന്നിരിക്കുന്നത്. കണ്ടു പഠിക്കണം അവരെ. ഈ എത്ര ഭംഗിയായിട്ടാണ് യോഗി ആദിത്യനാഥ് ആൻഡ് ടീം ഈ കുംഭമേള നടത്തിക്കൊണ്ടു പോകുന്നത് എന്ന് പഠിക്കണം അവരെ. എത്ര മനോഹരമായിട്ടാണ്. പ്രായോഗികമായ കുറെ ബുദ്ധിമുട്ടുകളുണ്ട്, പക്ഷേ അവിടെ എത്തിപ്പെടാനുള്ളത് മാത്രം എത്രയോ കോടി ജനങ്ങളാണ്. ഇപ്പൊ ഞാൻ തന്നെ അവിടെ സ്നാനം ചെയ്തത് വസന്ത പഞ്ചമി ദിവസം, അതായത് 5 പ്രധാനപ്പെട്ട അമൃത സ്നാനങ്ങളിൽ ഒന്നായ വസന്ത പഞ്ചമി ദിവസങ്ങളാണ്, വസന്ത പഞ്ചമി ദിവസമാണ് ഞങ്ങൾ അവിടെ എത്തിയത്. എന്നിട്ടും നടക്കുക എന്നുള്ള ഒരു ഇതൊഴിച്ച് ബാക്കി ഒന്നിനും തന്നെ ഒരു കുറവുണ്ടായിട്ടില്ല. എല്ലാ മുക്കിലും മൂലയിലും ടോയ്ലറ്റ് സംവിധാനങ്ങളുണ്ട്. ടോയ്ലറ്റ് അഥവാ എന്തെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടാതെ വൃത്തികേടായിട്ടിരിക്കണമെങ്കിൽ പുറത്ത് 100 കണക്കിന് ശുചീകരണ തൊഴിലാളികളുണ്ട്. അവരോട് പറഞ്ഞാൽ അവർ ക്ലീൻ ചെയ്തു തരും. എല്ലാ മുക്കിലും മൂലയിലും ശുദ്ധജല സംവിധാനങ്ങളുണ്ട്. എല്ലാ ഫിൽട്ടർ വെള്ളമാണ് എല്ലാം റെഡിയാക്കിയിരിക്കുന്നത്. ചൂടുവെള്ളമുണ്ട്, തണുത്ത വെള്ളമുണ്ട്, അതുപോലെ ഫ്രീ ഫുഡ് എല്ലാ അഖാടകളിലുമുണ്ട്. പക്ഷെ നമുക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ കഴിക്കേണ്ടതുള്ളൂ. കാര്യം കടുകെണ്ണയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അത് നമുക്ക് പിടിക്കുമോ എന്നുള്ള കാര്യം അവരവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ചിട്ട് മാത്രമേ കഴിക്കേണ്ടതായിട്ടുള്ളൂ. പക്ഷെ ബാക്കിയുള്ള ഖീർ, പായസം, സ്വീറ്റ്സ്, ജ്യൂസുകളെല്ലാം തന്നെ ഫ്രീ ആയിട്ടുണ്ട്. ഇനി അതൊന്നും ഇഷ്ടപ്പെടാത്തവരാണെങ്കിൽ നമുക്കത് പൈസ കൊടുത്ത് കിട്ടുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതുപോലെ താമസ സൗകര്യങ്ങൾ ഫ്രീ ആയിട്ടുമുണ്ട്. ഫ്രീ ആയിട്ട് ആ സൗകര്യങ്ങൾ നമുക്ക് പറ്റില്ലെങ്കിൽ ടെന്റുകളുണ്ട്. നമുക്ക് VIP രീതിയിലുള്ള ആ ഒരു രീതിയിലുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. മീഡിയം മോഡറേറ്റ് റേറ്റിലുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. വിവിധ അഖാടകൾ ഫ്രീ ആയിട്ടും പൈസക്ക് വേണ്ടിയിട്ട് നമ്മൾ റെന്റ് ഹയർ ചെയ്തിട്ടുള്ള സൗകര്യങ്ങളുണ്ട്.
ഉപയോഗിക്കുക. ഇനിയുണ്ട് 26 വരെ. എൻ്റെ ഒരു ദൗത്യമാണ് മാക്സിമം ആളുകളെ അവിടെ എത്തിക്കുക, ഈ കുംഭമേളയുടെ ഭാഗമാക്കുക എന്നുള്ളത് ഞാൻ ഒരു ലക്ഷ്യമാക്കി എടുത്തിരിക്കുകയാണ്. കാണണം, ഇത് കണ്ടു കഴിഞ്ഞാലേ ഇതിൻ്റെ ആ ഒരു മനോഹാരിത, അതിൻ്റെ ഒരു അനുഭവം അത് പറഞ്ഞാലും തീരില്ല. അത് അനുഭവിച്ച് തന്നെ അറിയണം. അപ്പൊ ഇനി ഞാൻ സമയമില്ല, ഇനിയും രണ്ടാമത് കാലത്തൊരു ദർശനം കഴിഞ്ഞു, ഇവിടെ വാരണാസിയിൽ ഞാൻ വിശ്വനാഥ ദർശനം കഴിഞ്ഞു. ഇപ്പോൾ രണ്ടാമത് ഒരു ദർശനം കൂടി പറഞ്ഞിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. ബാക്കിയുള്ള ഇതിനിടയ്ക്ക് ഞങ്ങൾ അയോധ്യയിൽ പോയിട്ടുണ്ട്. അപ്പൊ അതിന്റെ വീഡിയോസ് ഒന്നും തന്നെ ഞാൻ ഇട്ടിട്ടില്ല. എല്ലാം ഇടാം, കാരണം ഇവിടെ റേഞ്ച് പ്രോബ്ലം ഉണ്ട്. അതേപോലെ തന്നെ വീഡിയോ എടുത്ത് എൻ്റെ ബാറ്ററി തീർന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാ വീഡിയോസും ഞാൻ നിങ്ങൾക്ക് അറിവിന് വേണ്ടിയിട്ട്, എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഇതൊന്ന് എൻ്റെ വീഡിയോ ചിലപ്പോൾ അത് സഹായകരമായിരിക്കും. എന്ത് സംശയവും നമ്മുടെ നെറ്റിൽ പോയി കഴിഞ്ഞാൽ കിട്ടും. അതേപോലെ UP ഗവൺമെന്റ് വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ എല്ലാവിധ എന്തൊക്കെ സൗകര്യങ്ങളാണ് യാത്രികർക്ക് വേണ്ടിയിട്ട് അവർ ഒരുക്കിയിട്ടുള്ളതെന്നുള്ളതും അറിയാൻ പറ്റും. ഒരു കാര്യം മാത്രമേ എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്, നമുക്ക് ചേരുന്ന കാര്യം നടക്കാൻ പറ്റാത്തവരായിട്ടോ അല്ലെങ്കിൽ വിശപ്പ് സഹിക്കാൻ പറ്റാത്ത അവരെ ഒന്നും കൂട്ടത്തിൽ കൂട്ടാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാര്യം നടക്കാനുണ്ട് നമുക്ക് ഒരുപാട്. പക്ഷെ നടന്നാൽ എന്താ, കാണാൻ പോകുന്ന കാഴ്ചകൾ അത് പറഞ്ഞറിയിക്കാൻ വയ്യ. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വരാം. അതുവരെ नमस्ते। अभी दिल्ली के चुनाव चल रहे हैं, कल दिल्ली का चुनाव है। अब इंडिया अलायंस को लेकर किस प्रकार की भ्रामक स्थिति बनी हुई है आप देखिए। नाम लेना मना है, इसलिए बिना नाम लिए ही मैं बता देता हूं। टी शर्ट और मफलर के बीच लड़ाई चल रही है। टी शर्ट भी इंडिया अलायंस में है और मफलर भी इंडिया अलायंस में है। और टी शर्ट ने भाषण दिया है, पटपड़गंज में मैं भाषण को पढ़ के सुना रहा हूं। टी शर्ट ने कहा है, टी शर्ट हाँ उसी पे है जी, दिल्ली भी भारत में आता है। टी शर्ट ने कहा है, उन्होंने एक नई तरीके की राजनीति की बात की थी, माने मफलर ने, उन्होंने एक नई तरीके की राजनीति की बात की थी। खंबे पर चढ़ गए थे स्वेटर पहनकर, छोटी सी गाड़ी में आया था। कौन सी गाड़ी थी? एल्टो थी। तो किसी ने पीछे से कहा नहीं वैगनार। अच्छा, वैगनार से आए थे और सीधे शीश महल में जाके पार्किंग हुई है उनकी, सीधे शीश महल में। सबसे बड़ा घोटाला, शराब घोटाला किया है, ऐसा नेता प्रतिपक्ष ने आम आदमी पार्टी के लिए भरे सभा में कहा है। और मफलर भी पीछे नहीं हटे, मफलर ने भी अटैक किया है। मफलर ने भी कहा है टी शर्ट को कि टी शर्ट और टी शर्ट के जीजा जी, ये दोनों नेशनल हेराल्ड केस में जेल के अंदर चक्की पीसने चाहिए। ये टी शर्ट और टी शर्ट के जीजा जी बाहर कैसे? मफलर ने कहा है। अब आप बताइए, अगर इंडिया अलायंस के अंदर ये आप इनके रिश्ते को चाइनीज नूडल्स, ये नूडल्स भी इतना कॉम्प्लिकेटेड नहीं है जितना इनके इंडिया अलायंस का रिश्ता कॉम्प्लिकेटेड है। ऐसे में ये सपना देख रहे हैं कि कभी इनकी सरकार बनेगी तो वो भाषण करेंगे।